നമ്മൾ തിയേറ്ററിലൊക്കെ സൗണ്ട് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡോൾബിനെ കുറിച്ചാണ് അധികം കേട്ടുള്ളത്. ഈ അടുത്ത കാലങ്ങളിലായിട്ട് DTS-X എന്ന ശബ്ദ സംവിധാനം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ DTS-X എന്താണെന്നും അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് എന്താണെന്നും ഇവ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഈ DTS-Xനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസിനെ കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ എഞ്ചിനീയർ ഉണ്ട്, ഹനീഷ് എന്നാണ് പേര്. നമുക്ക് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഈ DTS-Xും ഡോൾബി അറ്റ്മോസും തമ്മിലൊക്കെ വ്യത്യാസം വരുന്നത്? സാധാരണഗതിയിൽ ഈ ജനങ്ങൾക്ക് ഡോൾബി അറ്റ്മോസ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമാണ് 7.1 5.1 കേട്ട് വരാറുള്ളത്. അപ്പോൾ ശരിക്കും ഡോൾബി അറ്റ്മോസ് എന്താണ്, അല്ലെങ്കിൽ DTS-X എന്താണ് അതിനെക്കുറിച്ച് അറിയുന്ന രീതിയിൽ പറഞ്ഞുതരാമോ? അതായത് നമ്മൾ DTS എന്ന് പറയുന്നത് ഡിജിറ്റൽ തിയേറ്റർ സിസ്റ്റം. അതായത് സൗണ്ടിൻ്റെ പിന്നെ നമ്മളിപ്പോൾ ഡിജിറ്റലായ സമയത്ത് പിന്നെ പല പല ട്രാക്കുകളിലായിട്ട് സൗണ്ട് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലൊരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത 5.1 ഏറ്റവും ബേസ് ആയിട്ട് വന്നിരിക്കുന്ന സിസ്റ്റമാണ് 5.1 എന്ന് പറയുന്നത് ഓഡിയോ സിസ്റ്റം. അതാണ് ഏറ്റവും ബേസ് നോർമൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും 7.1 എന്ന് പറയുന്നൊരു സിസ്റ്റം കൂടെ അപ്ഡേറ്റ് ആയി. അപ്പോൾ അതിൽ റിയർ ബാക്ക് സറൗണ്ട് കൂടെ 2 ചാനൽ സെപ്പറേറ്റ് ആയിടാവും. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇരിക്കുന്ന ആൾക്കാർക്ക് ബാക്കിൽ നിന്നും കൂടെ ഉള്ള സൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് വരും. അതും കഴിഞ്ഞിട്ടാണ് പിന്നെ 7.1 വന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്ന ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി സൗണ്ട്, 3 ഡയമെൻഷണൽ സൗണ്ട് എന്ന് പറയാം. അതായത് ഒബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സൗണ്ടാണ് ഈ ഡോൾബി അറ്റ്മോസിൽ വരുന്നത്. ഒരു ഇമേഴ്സീവ് എഫക്റ്റാണ് വരുന്നത്. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സൗണ്ട് മൂവ് ചെയ്യുന്ന ഒരു എഫക്റ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പക്കാ ഒരു 3 ഡയമെൻഷണൽ എഫക്റ്റ് അതിൽ വരും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അറ്റ്മോസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് ആ സമയത്ത് തന്നെ ഓറോ 3D എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വന്നിരുന്നു. പക്ഷേ അത് ഇപ്പോഴുണ്ട്, പക്ഷേ അത് കമ്പാരിറ്റീവ്ലി അത്ര ക്ലിക്കായില്ല. വളരെ കുറച്ച് തിയേറ്ററുകളിലേ അത് ചെയ്തുള്ളൂ. പിന്നെ ആ സിനിമകളും അതിലധികം വരാത്തതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ആ ടെക്നോളജി ഫെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ തിയേറ്ററിൽ അങ്ങനെ അധികം കാണുന്നില്ല. കൂടുതലും ഡോൾബി അറ്റ്മോസാണ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ DTS-X എന്ന് പറയുന്നൊരു സംവിധാനം കൂടെ. ഈ DTS-X എന്ന് പറയുന്നത് DTS തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു പുതിയ ടെക്നോളജി. ഇപ്പം കുറേ തിയേറ്ററിലൊക്കെ ഇപ്പോൾ പുതിയതായി തിയേറ്ററിലൊക്കെ വരുന്ന DTS-X എന്ന ശബ്ദ സംവിധാനമാണല്ലോ, അതിനെക്കുറിച്ച് എങ്ങനെയാണ് സംഭവം വരുന്നത്? അതിപ്പോൾ റീസെൻ്റായിട്ടാണ് നമ്മൾ തിയേറ്ററിൽ വരാൻ തുടങ്ങിയത്. കാരണം ഡോൾബി അറ്റ്മോസിനൊരു ബദലായിട്ടുള്ളൊരു സംവിധാനമാണ് DTS-X. ശരിക്കും പറഞ്ഞാൽ DTS-X ഓൾറെഡി ഇതിലുണ്ട്, ഹോം തിയേറ്ററിലും ഹോം തിയേറ്റർ സിസ്റ്റത്തിലും ഓൾറെഡി ഉള്ളതാണ്. പക്ഷേ തിയേറ്ററിലേക്ക് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കുറച്ച് കാലമായിട്ട് അത് തിയേറ്ററിലേക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. അത് പറയുകയാണെങ്കിൽ DTS-X എന്ന് പറയുന്നതും ഡോൾബി അറ്റ്മോസ് എന്ന് പറയുന്നതും ഓൾമോസ്റ്റ് ഒരു സെയിം പോലെയാണ്. ചെറിയ കുറച്ച് ഡിഫറൻസുകളുണ്ട്, അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട് രണ്ടിനും. അപ്പോൾ അതിൽ നോക്കി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ DTS-Xൽ സീലിംഗ് സ്പീക്കേഴ്സ് നിർബന്ധമില്ല. അറ്റ്മോസിന് പക്ഷേ സീലിംഗ് സ്പീക്കർ നിർബന്ധമായിട്ട് വേണം. ലെഫ്റ്റിലും റൈറ്റിലും സീലിംഗ് സ്പീക്കേഴ്സ് വേണം. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. അതാണ് കാര്യമായിട്ടൊരു വ്യത്യാസം. പിന്നെ നമുക്ക് പറയാവുന്നത് ഈ ഡോൾബി അറ്റ്മോസിൽ നമുക്ക് 128 ഇതുവരെ വരും, ട്രാക്സ് കിട്ടും മാക്സിമം. അതൊരു 64 സ്പീക്കേഴ്സ് വരെ കൊടുക്കാൻ പറ്റും. 64 ചാനലാണ് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം. അതേ സ്ഥാനത്ത് DTS-Xൽ നമുക്ക് 32 വരെ പറ്റുള്ളൂ, 32 സ്പീക്കേഴ്സേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് DTS-X കുറച്ചുകൂടെ എന്താ പറയുക, ഓപ്പൺ സോഴ്സാണ്. മറ്റത് പാറ്റൻറ്റഡ് ആണ്. അതൊരു മെയിൻ ഡിഫറൻസ് അതാണ്. ഇപ്പം നമ്മളിപ്പം സിനിമകൾ അധികം ഇപ്പം കേരളത്തിൽ തന്നെ ഇപ്പം കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം ഇപ്പോൾ DTS-X ഒരു കേരളത്തിൽ 2-3 തിയേറ്ററിലൊക്കെയാണ് ഇപ്പോൾ DTS-X വരുന്നത്. അപ്പോൾ സിനിമ കാണുമ്പം ഈ എഫക്റ്റിലൊക്കെ DTS-Xും ഡോൾബിയും തമ്മിൽ വ്യത്യാസം എങ്ങനെയാണ് വരുന്നത്? ഇപ്പം DTS-Xൽ കണ്ടൻറ്റ് വരുന്നുണ്ടോ, അല്ലെ എങ്ങനെയാണ് വരുന്നത്? DTS-X ഇപ്പോൾ റീസെൻ്റ്ലി ആണ് നമ്മൾ തിയേറ്ററുകളിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് കൂടുതൽ വ്യാപകമായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത് തിയേറ്ററിനെ സംബന്ധിച്ച് അറ്റ്മോസാണ് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം കുറേ കൂടെ വൈഡായിട്ട് അത് വന്നതുകൊണ്ടും പടങ്ങളും ഫുള്ളായിട്ട് അതിൽ വരുന്നതുകൊണ്ട് അറ്റ്മോസിനാണ്. ഇനിയിപ്പോൾ മറ്റത് വ്യാപകമായി വരുമ്പോൾ ഡിഫറൻസ് വരുമായിരിക്കാം. പിന്നെ ക്വാളിറ്റിയിൽ വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു മച്ച് ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. DTS-Xൽ ഈ ബിറ്റ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഡബിൾ ബിറ്റ് റേറ്റ് വരും. അപ്പോൾ അത്രയും ഇൻഫർമേഷൻസ് പാസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്ലാരിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കണം ക്വാളിറ്റി വൈസ്. അതെ, DTS-X ആകുമ്പോൾ. മറ്റേത് കുറച്ചുകൂടെ ലിമിറ്റഡ് ആണ്. അതാണ് വ്യത്യാസം കാര്യമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സെയിം പോലെ തന്നെയാണ്.
പിന്നെ DTS:Xന്റെ കണ്ടന്റ് വന്നാൽ മാത്രമല്ലേ നമുക്ക് അത് വ്യത്യാസം മനസ്സിലാവുള്ളൂ. DTS:Xന്റെ കണ്ടന്റുകൾ പക്കാ DTS:Xൽ തന്നെ ചെയ്തു വരണം, എന്നാലാണ് കുറച്ചുകൂടെ നല്ല രീതിയിൽ വരുള്ളൂ. ഇപ്പം എന്താ വെച്ചാൽ കൂടുതൽ സിനിമകളും അറ്റ്മോസ് വ്യാപകമായിട്ട് എല്ലാ തിയേറ്ററുകളിലും ഓൾമോസ്റ്റ് നിറയെ തിയേറ്ററുകളിലായിട്ടുണ്ട്. സോ ആ ടെക്നോളജിയാണ് ഇപ്പോൾ കുറച്ചുകൂടെ വൈഡായിട്ട് നിൽക്കുന്നത്. ഇപ്പോൾ ഏത് ടെക്നോളജിയാണോ നല്ല രീതിയിലുള്ള ഇപ്പോൾ സിനിമകൾ അതിലേ ഇറങ്ങുള്ളൂ. ഈ ഓറോ 3D ഒക്കെ പോകാനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സിനിമകളതിൽ വരുന്നില്ല, കൂടുതൽ തിയേറ്റർ അത് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ സ്വാഭാവികമായിട്ട് അത് കുറഞ്ഞു പോയി. അപ്പോൾ ഇതിനി കൂടുതൽ വരുമ്പോഴത്തേക്കും DTS:Xും പാരലലി നിൽക്കേണ്ടതാണ്, സാധ്യതയുണ്ട്. ഇംഗ്ലീഷ് മൂവീസൊക്കെ DTS:Xൽ വരാറുണ്ടോ? ഇംഗ്ലീഷ് വരാറുണ്ട്. കൂടുതൽ അത് ഈ ഹോം സിനിമയിലാണ് DTS:X കൂടുതലായിട്ട് ഉണ്ടാവുക. അതെ അതെ, അതിൽ രണ്ടും പാരലായിട്ട് തന്നെ ഉണ്ട്. ഇനി വരണം കൂടുതലായിട്ട്. അപ്പോൾ ഈ സിനിമാ സംവിധായകന്മാർ ഈ DTS:Xലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ശബ്ദം ചെയ്യേണ്ടി വരും അല്ലേ? കൺവേർട്ട് ചെയ്ത് തരണം. അതിപ്പോൾ ഓരോ ഏതൊക്കെ ലെവലിൽ നമ്മളിപ്പോൾ 5.1 തിയേറ്റർ ആണെങ്കിൽ 5.1 വേണം, ഓരോ ഇതനുസരിച്ചും വേണം. അതിനൊരു കോമൺ സിസ്റ്റം വരുന്നുണ്ട്, IAB എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാൻഡേർഡ് വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ ഒറ്റ ഇതിൽ തന്നെ എല്ലാ കണ്ടൻറ്റും അതിൽ പ്ലേ ആവുന്ന രീതിയിൽ ആയിരിക്കും. അത് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നൊരു സാധ്യതയുള്ളൊരു സാധനമാണ്.